ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കോൺഫ്ലവർ പൗഡർ ചേർക്കാണ്ട് എങ്ങനെ ക്രിസ്പി ആയിട്ട് നമുക്ക് റെഡിയാക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ കോളിഫ്ലവർ ഈ ഒരു സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിത് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. പിന്നെ ഇവിടെ ഞാനൊരു മിക്സീൻ്റെ ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അപ്പോൾ ഇവിടെ ഞാൻ അരിപ്പൊടി ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് പിന്നെ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു 1.5 ടേബിൾ സ്പൂണോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് പൊടി പോരാൻ തോന്നിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇവിടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടുത്തെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി ഇതേ ഓയിൽ തന്നെ ഞാൻ ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കോളിഫ്ലവറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കാരണം ഡെക്കറേഷനും അതുപോലെ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ല് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലവർ പൗഡർ ചേർത്താൽ മാത്രമേ ക്രിസ്പി ആവുന്നൊന്നുമില്ല. അരിപ്പൊടി ചേർത്താൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ ഈ ഒരു മാവൊക്കെ ഈ ഒരു കോളിഫ്ലവർ നന്നായിട്ട് പിടിച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്